ഇന്ന് കേരളത്തിലെങ്ങും രാസലഹരികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വരും തലമുറ ഒരു യുവത്വം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണമെന്താണ്? നമ്മുടെ പാഠ്യപദ്ധതികളോ? കുട്ടികളായിരിക്കുമ്പോൾ മുതൽ അവരെ സ്നേഹത്തിൻ്റെയും നന്മയുടെയും കരുതലിൻ്റെയും ഒക്കെ വഴികൾ പഠിപ്പിക്കേണ്ട നമ്മൾ അവരെ ആദ്യം തറ പറ എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അവർ തറകളായി മാറുന്നത്. പന പോലെ വളരുന്നുണ്ട്, പക്ഷേ പന എന്തിനുള്ളതാണ്? കള്ള് ചെത്തി കുടിക്കാനുള്ളതാണ് പന. ആ പന മാറ്റി, തറ മാറ്റി, പറ മാറ്റി, എല്ലാം മാറ്റിയിട്ട് നമ്മൾക്ക് അവരുടെ മര്യാദകളുടെ ഭാഷകൾ പഠിപ്പിക്കാം, അനുസരണത്തിൻ്റെ ശീലങ്ങൾ പഠിപ്പിക്കാം. നമ്മൾക്ക് റോഡിൽ പാലിക്കേണ്ട മര്യാദകൾ, ആളുകളോട് പാലിക്കേണ്ട മര്യാദകൾ, അവരെ സ്നേഹിക്കാൻ എല്ലാം നമുക്ക് പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം കേരളത്തിൽ ഒരുപാട് രാസലഹരികൾ ഒഴുകിക്കൊണ്ട് യുവത്വത്തെ തന്നെ ഇല്ലാതെയാക്കി. മദ്യത്തിനും മയക്കുമരുന്നിനും വളരെ അധികം ക്രൈമുകൾ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാത്തിനെയും നമ്മൾക്ക് തുടച്ചു നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ജീവിതത്തിലെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിപ്പോകുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ ഒരു ചെറിയ കുട്ടിയെ പഠിപ്പിക്കുന്ന മാഷ് പറയുന്നു, കണക്ക് കൊടുക്കുന്നു അവനോട് കുറയ്ക്കാൻ. ഒരു സംഖ്യയിൽ നിന്ന് മറ്റൊരു സംഖ്യ പോകാത്തതുകൊണ്ട് വേറെ സംഖ്യയിൽ നിന്ന് കടമെടുക്കാൻ പറയുന്നു. അപ്പോൾ അവനെ ആദ്യമായി പഠിപ്പിക്കുന്നത് കണക്കും അതിൽ നിന്ന് കുറയ്ക്കാൻ പറയുന്നതും, അല്ലെങ്കിൽ അവിടെ കടമെടുക്കാൻ പ്രേരിപ്പിക്കുന്നതും അവന് ചെറുപ്പം മുതലേ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങൾ ചിന്തിപ്പിക്കുകയാണ്. നെഗറ്റീവ് തിങ്കിങ് ആണ് കൊടുക്കുന്നത്. അതിന് പകരം അനുസരണം പഠിപ്പിക്കുക, സ്നേഹം പഠിപ്പിക്കുക, ആദരവ് പഠിപ്പിക്കുക, കുട്ടികളെ അനുസരണ ശീലമുള്ളവരാക്കി വളർത്താൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തെ ചിലപ്പം മാറ്റിമറിക്കാൻ കഴിയുന്നതായിരിക്കും. കാരണം അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നല്ല ചിന്തകൾ അവരുടെ ജീവിതത്തിൽ കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ചോദ്യങ്ങളായിട്ട് തന്നെ പരീക്ഷയ്ക്ക് ആരെ അനുസരിക്കണം? 1-ാം ചോദ്യം. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഉത്തരം എഴുതുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ആ അനുസരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും നല്ല ചിന്തകളുടെയും ഒക്കെ ആ മൈൻഡിൽ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ഇങ്ങനെയുള്ള പാഠപദ്ധതികൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ എന്നും അത് തന്നെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ പാഠ്യപദ്ധതികളെയൊക്കെ മാറ്റി നല്ല രീതിയിൽ നമുക്ക് ഒരു ജനസമൂഹത്തെ, ഒരു യുവത്വത്തെ, ഒരു തലമുറയെ തന്നെ വാർത്തെടുക്കാൻ കഴിയണം എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ